സാധാരണ വീട്ടിൽ പരിപ്പ് മേടിച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് നല്ല പരിപ്പ് കറി വയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ സാമ്പാറിനകത്തിലിടും. ഇതൊന്നും അല്ലാത്ത വേറൊരു വെറൈറ്റി പരിപാടിയുണ്ട്. അതാ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് 2-3 വട്ടം ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കാം. അത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പാനിനകത്തിലോട്ട് ഇപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2-3 പച്ചമുളക് നടുകെ മുറിച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു വെള്ളം മൊത്തത്തിൽ വറ്റി ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഇത് കറിയായിട്ട് മാറും. അതല്ല നമ്മുടെ ലക്ഷ്യം. ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം. അത് കഴിഞ്ഞാൽ മിക്സിയുടെ ഒരു ചെറിയ ജാറിനകത്തിലോട്ട് 8-10 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരുപാടൊന്നും വേണ്ട, ഒരു 5-6 മാത്രം മതി. കൂടെ തന്നെ 5-6 വറ്റൽമുളകൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു കാരണവശാലും ഇത് അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞാൽ വീണ്ടും ആ പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കൂടെ തന്നെ 2-3 കണ്ട് കറിവേപ്പിലയും ഇതുകൂടി ചേർത്ത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയുള്ളി വറ്റൽമുളകിൻ്റെ കൂട്ടുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ നല്ലതുപോലെ കൊണ്ട് വറുത്തങ്ങോട്ട് എടുക്കണം. അത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി, വേറെ ഒന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമയം കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് തോരൻ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം കൂടുതലായിട്ട് ചേരരുത്. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇത് കറിയായിട്ട് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഈ ഒരു സാധനം മാത്രം മതി. വേറെ കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ കിടിലൻ ടേസ്റ്റ് ആട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ.